വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധന പൂജയായ രേവതി ആരാധന ഭഗവാന് സമർപ്പിച്ചു. രേവതി ആരാധനയോടനുബന്ധിച്ച് പൊന്നിൻ ശീവേലി, ആരാധന സദ്യ എന്നീ ചടങ്ങുകൾ നടത്തി. സന്ധ്യാപൂജയ്ക്കൊപ്പമാണ് രേവതി നാളാരാധന പൂജ നടത്തിയത്. കാരോത്ത് നായർ തറവാട്ടിൽ നിന്നും എഴുന്നള്ളിച്ച് സമർപ്പിക്കുന്ന പഞ്ചഗവ്യം ആരാധനാ പൂജയ്ക്കൊപ്പം സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. എല്ലാ ആരാധന നാളുകളിലും പാലമൃത് എന്നറിയപ്പെടുന്ന പഞ്ചഗവ്യം അഭിഷേകം നടത്തും. കുറ്റിയിൽ നിറച്ച് വാട്ടിയ വാഴയില കൊണ്ട് മുഖം കെട്ടിയാണ് സ്ഥാനികൻ പഞ്ചഗവ്യം എഴുന്നള്ളിക്കുന്നത്. കാൽനടയായി എഴുന്നള്ളിക്കുന്ന പഞ്ചഗവ്യം ബാവലിക്കരയിൽ പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിച്ച് സന്ധ്യാപൂജയ്ക്ക് തൊട്ടുമുമ്പ് മണിത്തറയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. രേവതി ആരാധന ദിവസമായ വെള്ളിയാഴ്ച പെരുമാളെ തൊഴാൻ എത്തിയത് 10,000-കണക്കിന് ഭക്തരാണ്. വൈശാഖ മഹോത്സവത്തിലെ 4ാമത്തെയും അവസാനത്തെയുമായ രോഹിണി ആരാധന ജൂൺ 24 നടക്കും. പിന്നീട് കൊട്ടിയൂർ പെരുമാൾക്ക് ചതുശതങ്ങളുടെ നാളുകൾ. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ.